നമസ്കാരം. വിനീഷ് തോട്ടപ്പള്ളി. ഒരു ഞണ്ടിനെ 10 ഞണ്ടിനെ പിടിച്ചൊരു പാത്രത്തിലിട്ടാൽ എന്താ സംഭവിക്കുക? ഒരു ഞണ്ട് ഒരുവിധം കഷ്ടപ്പെട്ട് മുകളോട്ട് കയറും, ഒരുവിധം കഷ്ടപ്പെട്ട് ഇങ്ങനെ മുകളോട്ട് ഇങ്ങനെ കയറിപ്പോവും. പക്ഷേ താഴേക്ക് കയറി പിടിക്കും. എന്നാൽ അവന്മാർ ചിന്തിക്കുന്നില്ല, ഒരുത്തൻ രക്ഷപ്പെട്ടു പോയ മോളിൽ നിന്ന് എല്ലാത്തിനും പിടിച്ച് കയറ്റുമെന്നല്ല, അവനെ വലിച്ച് താഴെ ഇടാൻ നോക്കും. മനസ്സിലാക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കണം, ഒരു തലമുറയ്ക്ക് വേണ്ടി ഒരാള് തലപ്പാവ് വെച്ച് വരുന്നത് ആരാണ്, വില്ലുവണ്ടിയിൽ തലപ്പാവ് വെച്ച് വരുന്ന ആരാണെന്ന് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ 30 വയസ്സുകാരനായ ഒരു വേടൻ വേണ്ടി വന്നു. സത്യമല്ലേ? സത്യമാണോ? വില്ലുവണ്ടിയിൽ തലപ്പാവ് വെച്ച് വരുന്ന ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി വേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. അദ്ദേഹത്തിനുണ്ട് എന്താണ് നമ്മൾ മാത്രം ഇങ്ങനെ ആയിപ്പോയത്. പലരും പറയുന്നുണ്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട്. അതായത് എന്തുകൊണ്ട് കഷ്ടപ്പെടേണ്ടി വന്നു? വിദ്യാഭ്യാസം ചെയ്യാൻ നിനക്ക് അവസരമില്ലായിരുന്നു, എനിക്ക് അവസരമില്ലായിരുന്നു. ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ കഷ്ടപ്പാടുകളെ മാറ്റിയിട്ട് ഇപ്പൊ ഈ പറയുന്ന ടെക്നോളജികളും മറ്റുള്ള കാര്യങ്ങളും ഇപ്പോഴല്ലേ വന്നത്. പണ്ട് നമുക്ക് പഠിക്കാനുള്ള അവസരം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നമ്മളന്ന് കുടുംബം നോക്കാൻ വേണ്ടി പോയി. പക്ഷേ അപ്പോഴും മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവര് ഇതെല്ലാം മറന്നിട്ട് അവർ ജീവിക്കാനാണ് ശ്രമിച്ചു. നാളത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഇന്ന് അവരുടെയൊക്കെ മുമ്പിൽ പോയി നമ്മൾ ഒച്ചാനിച്ച് നിൽക്കേണ്ടതായിട്ട് വന്നത്. എന്നിട്ട് അവരെ നമ്മൾ കുറ്റം പറയുമ്പോൾ ചിന്തിക്കണം, നമ്മളെ കഴിവുകേടാണ് അവരുടെ മുതൽ. മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് ഇതേ പറയാനുണ്ട്. ഇനിയും അവസരങ്ങളുണ്ടല്ലോ. വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരുപാട് അവസരങ്ങൾ. ഒറ്റ കാര്യത്തിൽ മാത്രം നിങ്ങൾ തീരുമാനം എടുത്താൽ മതി. ഏതാണ്? ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ കാര്യത്തിൽ മാത്രം നിങ്ങൾ തീരുമാനമെടുത്തിട്ട് മുന്നോട്ട് പോകും. താന്ത്രിക വിദ്യ നിങ്ങൾ പഠിക്കുക. എല്ലാവരും പഠിക്കണം. എല്ലാ ക്ഷേത്രങ്ങളിലും താഴെത്തട്ടിലുള്ള ആൾക്കാർ പൂജ ചെയ്യട്ടെ, കൂണുപോലിട്ട് അവരും ഇരിക്കട്ടെ. പഠിക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം കൊണ്ട് ചോറ് വാരി തിന്നുന്നതിനൊക്കെ പറ്റുന്ന പരിപാടിയല്ല ഇതൊന്നും. നമ്മൾ അത് പഠിച്ചെടുക്കണം. പഠിച്ചെടുത്തിട്ട് നിങ്ങൾ അന്ന് ഈ പറയപ്പെട്ട ഞാൻ ഉൾപ്പെടെയുള്ളവർ പറയുന്ന ആളുകൾ നമ്മുടെ മുമ്പിൽ അല്പം പ്രസാദത്തിനായി, അല്പം ചന്ദനത്തിനായി, അല്പം നെറ്റിക്കിടാനായിട്ട് നമ്മുടെ മുമ്പിൽ കാത്തിരിക്കും. ആ നിലയിലേക്ക് നമ്മൾ ചിന്തിക്കേ. എനിക്കതേ പറയാനുള്ളൂ. അതല്ലാതെ എന്നും കൊന്നും ഇവരാണെന്നും പറഞ്ഞ് അവരെ നമ്മൾ എന്തിനാണ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്? അവരുടെ പേരുകളെ മാത്രം. തമ്പ്രാൻ. എന്ത് തമ്പ്രാനടേ? എവനാ തമ്പ്രാൻ? ഒരുത്തനുമില്ല ഇവിടെ തമ്പ്രാൻ. തമ്പ്രാന്മാര് നമ്മളായിരുന്നു. നമുക്ക് പണ്ടേ അറിയാം. നമുക്കെല്ലാം അറിയാമല്ലോ. നമ്മളിൽ നിന്ന് പിടിച്ചു മേടിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം. അത് തിരിച്ചു മേടിക്കാനുള്ള കഴിവ് നമ്മൾ കാണിക്കുന്നു. നമ്മളല്ലാതെ മറുതായെയും ഭൂതത്തെയും പ്രേതത്തെയും പിശാചിനെയും മാത്രം അല്ലല്ലോ. ചിന്തിക്ക്. അവിടെ തൊട്ട് പാടാൻ തുടങ്ങി. ഞാൻ വേടന് വേണ്ടി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഹിരൺദാസ് മുരളിയായ വേട, നീ ഇനിയും പാട്. നിന്റെ പാട്ട് കേട്ട് വിരളി പൂണ്ടവർക്ക് നേരെ നിന്ന് നീ ഇനിയും പാട്. എനിക്ക് സന്തോഷമാണ്. പാടണം. നേടാൻ പറ്റുന്നത് നേടണം. ഒരു 30 വയസ്സുകാരനെ കൊണ്ട്, 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് പുതിയൊരു യുഗം ഈ രാജ്യത്തുണ്ടാക്കി കിടക്കാൻ, ഈ നാട്ടിൽ, രാജ്യമെന്ന് ഞാൻ പറയുന്നില്ല, ഈ കേരളത്തിൽ ഒരു പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളിക്ക് കഴിഞ്ഞാൽ അതിൽ ഞാനും അഭിമാനിക്കും. നിന്റെ പാട്ടുകൾ കേൾക്കാൻ ആൾക്കൂട്ടത്തിൽ ഞാനും ഉണ്ടാകും. നീ ഒറ്റയ്ക്കല്ല. നമസ്കാരം.